Dear students, today we are going to discuss about company accounts, especially forfeiture of shares. In the previous classes we discussed the concept of company accounts, meaning definition of company, what are the different types of company, how to procure its capital by issuing shares, etc. Now we are going to discuss about forfeiture of shares. First of all, what is forfeiture? Forfeiture simply means cancellation of shares. Cancellation of shares. Cancellation of shares. It is cancellation of shares. Why the shares are cancelled? Due to non-payment of allotment money or call money within a specified period of time. എന്തായിരിക്കാം? Due to non-payment. Due to non-payment of allotment money or call money. Allotment or call money within a specified period. A specified period. So it is simply the cancellation of shares due to non-payment of allotment or call money within a specified period of time. Okay. Same time, a company can forfeit the shares only if it is authorized by its articles. A company can forfeit its shares only by authorized by its articles. Authorized by its articles. Authorized by its articles. Then another concept. The directors can forfeit shares only after giving 14 days notice to defaulting shareholders. 14 days notice to whom? To defaulting shareholders. കൃത്യസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ അലോട്ട്മെന്റ് മണിയോ കോൾ മണിയോ അടയ്ക്കാത്ത ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഷെയർ 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് കൊടുത്തിട്ടും അടയ്ക്കുന്നില്ല എങ്കിൽ ആ ഷെയറിനെ ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കാം? ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ്. അവിടെ എന്ത് സംഭവിക്കും? ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ മെമ്പർഷിപ്പ് നഷ്ടമാകും. ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ് നഷ്ടമാകും എന്നുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സിന് മെമ്പർഷിപ്പ് നഷ്ടമാകും. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും? ടേക്കിംഗ് എവേ ഓഫ് ദി ഷെയർസ് because the defaulting in payment of allotment or call money or shareholder. അവരുടെ ഷെയർ എന്ത് ചെയ്യും? കമ്പനി തിരിച്ചെടുക്കും എന്നുള്ളതാണ്. സിമ്പിളായിട്ട് ഫോർഫീച്ചർ പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം? ശ്രദ്ധിക്കുക, ഓരോ വാക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്യാൻസലേഷൻ ഓഫ് ഷെയർസ്. ക്യാൻസലേഷൻ. ഇറ്റ് is simply means cancellation of shares. Why it is cancelled? Due to non-payment of allotment or call money within a specified period. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇടവേളകളിൽ പിരിച്ചെടുക്കുന്ന ഒരു ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ കൃത്യമായി അടച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ആ ഷെയറുകൾ എന്ത് ചെയ്യും? കമ്പനി ക്യാൻസൽ ചെയ്യും. അപ്പം ആ പീരിയഡ് എന്ന് പറയുന്നത് എന്താണ്? 14 ഡേയ്സ് നോട്ടീസ് കൊടുക്കും എന്നുള്ളതാണ്. 14 ഡേയ്സ് നോട്ടീസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ക്യാൻസലേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ശ്രദ്ധിക്കുക.
അപ്പോൾ ഒരു ഇൻ്റർവെല്ല് ഷെയർ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് അതുപോലെ തന്നെ അടുത്ത സ്റ്റേജിൽ അലോട്ട്മെൻറ്റ് നടത്തും. അലോട്ട്മെൻറ്റ് നടത്തിയിട്ട് ഫസ്റ്റ് കോൾ വിളിക്കും, അതിനുശേഷം സെക്കൻഡ് കോൾ വിളിക്കും. ഈ പ്രോസസ്സുകളിൽ ഏതെങ്കിലും അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ കൃത്യമായിട്ട് അടയ്ക്കുന്നില്ല എങ്കിലാണ് ഈ ഒരു ക്യാൻസലേഷന് ബാധകമാകുക എന്നുള്ളതാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് അതിൻ്റെ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഷെയർ ഹോൾഡേഴ്സ്, ഇറ്റ് ഈസ് ദ ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ് കട്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. കമ്പനി അക്കൗണ്ട്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വിച്ച് വേർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് which were issued at par. ആദ്യത്തെ സിറ്റുവേഷൻ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വിച്ച് were issued at par. പാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഫേസ് വാല്യൂ നോമിനൽ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യപ്പെട്ട ഷെയർസ് ഇപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് എങ്കിൽ, അതായത് ഒറിജിനലി ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള ഷെയർ പാറിലാണ്, ആ ഷെയർ ഇപ്പോൾ ഫോർഫീറ്റ് ചെയ്യുകയാണ്, അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ അടയ്ക്കാത്തത് കാരണം ഫോർഫീറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു ഷെയറിൻ്റെ ഫോർഫീച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി നമുക്കറിയാം. എന്തായിരുന്നു? അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ എഴുതിയിരുന്നു. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന രൂപത്തിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരിക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക. ആദ്യം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ to share allotment account to share call account to forfeited shares account. Forfeited shares അക്കൗണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഓരോന്ന് എന്തിനേക്കാണ് പ്രതിനിധാനം ചെയ്യുന്നു നോക്കുക. സാധാരണയായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്യപ്പെട്ടുള്ള ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഏത് എമൗണ്ട് വെച്ച്? എത്ര രൂപയാണോ കമ്പനി കോൾ ഫോർ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ 10 രൂപ ഷെയർ വാല്യൂ ഉള്ള ഫേസ് വാല്യൂ ഉള്ള ഷെയറിൻ്റെ 8 രൂപ വരെ കോൾ ഫോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് കോൾഡ് അപ്പ് വരെ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റലായിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ശ്രദ്ധിക്കുക. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൽ എത്രയാണോ നമ്മൾ പേ ചെയ്യാത്തത്, അൺപെയ്ഡ് പോർഷൻ. അടുത്ത് നോക്കുക, ഷെയർ അക്കൗണ്ട്, ഷെയർ കോളിൻ്റെതും അതുപോലെ തന്നെ അൺപെയ്ഡ് പോർഷനാണ് വരുന്നത്. ഈ നോക്കുക, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടാണ്. അവിടെ മാത്രം എന്ത് വരും? എമൗണ്ട് പെയ്ഡ്, എത്രയാണോ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്, അതായത് അപ്ലിക്കേഷൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അവിടെ വരിക. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന രൂപത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വിച്ച് വെർ ഇഷ്യൂഡ് അറ്റ് പാർ ഓർ ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ. അങ്ങനെയാണ് എങ്കിൽ ജേണൽ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ വിത്ത് ദ എമൗണ്ട് കോൾഡ് അപ്പ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് with the unpaid amount to share call account with unpaid amount to forfeited shares with the amount paid.
ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. Let us see one example. For example, Mr. X, he has 50 shares. 50 ഷെയർ മിസ്റ്റർ എക്സിനുണ്ട്. മിസ്റ്റർ എക്സിന് 50 ഷെയർ ഉണ്ട്. ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹10. 10 രൂപയാണ് ഫേസ് വാല്യൂ. ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. ലുക്ക് അറ്റ് ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. ശ്രദ്ധിക്കാം. അപ്ലിക്കേഷൻ മണി ₹3. അലോട്ട്മെൻറ്റ് മണി ₹2. ഫസ്റ്റ് കോൾ ₹3. സെക്കൻഡ് കോൾ എത്രയായിരിക്കാം? 3 2 5 3 8 ബാക്കി 2 രൂപയായിരിക്കും. അപ്പോൾ ടോട്ടൽ ഫേസ് വാല്യൂ 10. അപ്പോൾ ശ്രദ്ധിക്കുക, മിസ്റ്റർ എക്സിൻ്റെ കയ്യിൽ 50 ഷെയർ ഉണ്ട്. ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇൻസ്റ്റാൾമെൻറ്റ്സ് 3 രൂപ, അപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റ് 2, ഫസ്റ്റ് കോൾ 3, സെക്കൻഡ് കോൾ 2, ടോട്ടൽ ₹10. ഇനി ഈ 50 ഷെയർ ഉള്ള രാജുവിന് ഫോർഫീച്ചർ, അതായത് ഇഷ്യൂ അറ്റ് പാറിലുള്ള ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, കേസ് നമ്പർ 1. മിസ്റ്റർ എക്സിൻ്റെ കാര്യം പറയുന്നത് കേസ് നമ്പർ 1. കേസ് നമ്പർ 1-ൽ ഫെയിൽ ടു പേ allotment money, and finally it is forfeited. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? അലോട്ട്മെൻറ്റ് മണി അടയ്ക്കുന്നതിൽ ഫെയിലായി, അതുകൊണ്ട് ഫോർഫീറ്റ് ചെയ്തു. അലോട്ട്മെൻറ്റ് മണി എന്നുള്ളത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പനി വിളിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥം. ₹2 അലോട്ട്മെൻറ്റ് വരെ കമ്പനി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് വിളിച്ചിട്ടുള്ളത്? 3 + 2 5 വരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി എങ്ങനെ വരിക? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ് വരിക? കോൾഡ് അപ്പ്. എത്ര വരെ വിളിച്ചു? 3 + 2 = 5. 5 × 50 = 250. 2 രണ്ടാമത്തെ 2 എന്താ വരിക? ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റം ടു ഷെയർ അലോട്ട്മെൻറ്റ്. ഷെയർ അലോട്ട്മെൻറ്റിൽ എന്താ വരിക? അടയ്ക്കാത്ത സംഖ്യ, അൺപെയ്ഡ്. എത്രയാ? അലോട്ട്മെൻറ്റിൻ്റെ ₹2. 50 × 2 = 100. ₹100. 2 ഫോർഫീറ്റഡ് ഷെയർസ്, അടച്ച സംഖ്യ. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്. അടച്ച സംഖ്യ എത്രയാണ്? ഇതുവരെ വിളിച്ചു. അടയ്ക്കാത്ത സംഖ്യ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഫെയിൽ ടു അലോട്ട്മെൻറ്റ്, 2 അടച്ചില്ല. അപ്പോൾ അടച്ച സംഖ്യ എത്രയാണ്? 3 രൂപ അപ്ലിക്കേഷൻ്റെ മണി അടച്ചു. അപ്പോൾ എങ്ങനെ വരും? 50 × 3 = 150. അപ്പോൾ ശ്രദ്ധിക്കുക, എന്തായി? ഈ ഒരു ജേണൽ എൻട്രി ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലായി. ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. ഇനി മിസ്റ്റർ എക്സ് രണ്ടാമത്തെ സാഹചര്യം നോക്കാം. കേസ് നമ്പർ 2. മിസ്റ്റർ എക്സ് ഫെയിൽ അലോട്ട്മെൻറ്റ് ആൻഡ് ഫസ്റ്റ് കോൾ. allotment and ഫസ്റ്റ് കോളും അലോട്ട്മെൻറ്റും ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് കോള്
ആൻഡ് അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിൻ്റെ 2, ഫസ്റ്റ് കോളിൻ്റെ 3, 3 2 5, 5 3 8, 8 രൂപ വരെ കമ്പനി വിളിച്ചിട്ടുണ്ട്. ജേണൽ എൻട്രി എന്തായിരിക്കും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ കോൾ അപ്പ് ചെയ്തിട്ടുള്ളത് 8 രൂപ വരെ. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതുക? 8 × 50, 50 × 8 is equal to 400 rupees. 2. അടയ്ക്കാത്ത സംഖ്യകൾ ശ്രദ്ധിക്കുക. ഫെയിൽ, അലോട്ട്മെൻറ്റ് ആൻഡ് ഫൈനൽ കോൾ ആൻഡ് ഫോർഫീറ്റഡ് എന്നുള്ളതാണ്. ആൻഡ് ഫോർഫീറ്റഡ്. അപ്പോൾ അടയ്ക്കാത്ത സംഖ്യ അലോട്ട്മെൻറ്റും ഫൈനൽ കോളും. അപ്പോൾ ആദ്യം ഷെയർ അലോട്ട്മെൻറ്റ്. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. എത്രയാണ് അലോട്ട്മെൻറ്റിൻ്റെ പൈസ? 2 രൂപ. rupees 2 × 50 is equal to 100. നെക്സ്റ്റ് 2. അടയ്ക്കാത്ത ഏതാണ്? ഫസ്റ്റ് കോൾ. ടു ഷെയർ ഫസ്റ്റ് കോൾ എത്ര വരും? ഫസ്റ്റ് കോളിൻ്റെ 3 × 50. 3 × 50 is equal to 150. ഇനി എന്താ ഉള്ളത്? അടച്ച സംഖ്യ. അടച്ച സംഖ്യ ശ്രദ്ധിക്കുക. ഫെയിൽ, അലോട്ട്മെൻറ്റ് ആൻഡ് ഫസ്റ്റ് കോൾ. അലോട്ട്മെൻറ്റും ഫസ്റ്റ് കോളും ഫെയിൽ ചെയ്തു. അതിനർത്ഥം അപ്ലിക്കേഷൻ മണി അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്ലിക്കേഷൻ. ഫോർഫീറ്റഡ്. ടു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് 3 × 50 is equal to 150. ശ്രദ്ധിക്കുക. 150, 300, 400. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയി. ദിസ് ഇസ് ദ ഫസ്റ്റ് സിറ്റുവേഷൻ. ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ. ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ. ജേണൽ എൻട്രി ശ്രദ്ധിക്കുക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, ടു ഷെയർ കോൾ അക്കൗണ്ട്, ടു ഫോർഫീറ്റഡ് ഷെയർസ്. നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യാറുണ്ട്. ക്യാൻസൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം അലോട്ട്മെൻറ്റിൻ്റെ സമയം, അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് അൺപെയ്ഡ് ആണ്. അതുപോലെ തന്നെ കോളിൻ്റെ എമൗണ്ടും അൺപെയ്ഡ് ആണ്. ദെൻ ഫോർഫീറ്റഡ് ഷെയർസ് എന്നുള്ളത് എത്രയാണ് നമ്മൾ അടച്ച സംഖ്യ. ഓക്കെ, താങ്ക് യു.